എല്ലാവർക്കും മിത്തോസ് മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് രാമായണത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരു കഥയാണ്. ശ്രീരാമന്റെ അനിയൻ ലക്ഷ്മണന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക്. ശ്രീരാമന്റെ ഭൂമിയിലെ അവതാര ലക്ഷ്യങ്ങൾ പൂർത്തിയായപ്പോൾ വിഷ്ണുവിന്റെ ശയയായ അനന്തശേഷന്റെ അവതാരമായ ലക്ഷ്മണൻ രാമനേക്കാൾ മുമ്പ് ഈ ലോകം വിടുന്നത് അനിവാര്യമായിരുന്നു. കാരണം വിഷ്ണു വൈകുണ്ഠത്തിലേക്ക് മടങ്ങുമ്പോൾ അവന്റെ ശയയായ ശേഷൻ അടുത്ത ജന്മത്തിൽ ബലരാമനായി സേവിക്കാൻ തയ്യാറായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണന്റെ മുമ്പ് ബലരാമന്റെ അവതാരവും അവസാനിച്ചത്. അയോധ്യയിലേക്ക് തിരിച്ചെത്തിയ ശേഷം ശ്രീരാമൻ വർഷങ്ങളോളം നീതിയോടെയും ധർമ്മത്തോടെയും രാജ്യം ഭരിച്ചു. ഭൂമിയിലാകെ സമാധാനവും സമൃദ്ധിയും ധർമ്മത്തിന്റെ വിജയവും നിറഞ്ഞു നിന്നു. രാമനും സഹോദരന്മാരും തങ്ങളുടെ പുത്രന്മാരെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാരാക്കി. അതേസമയം സീതാദേവി ഭൂമിയോടൊപ്പം ലയിച്ചു, ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷയായി. ഒരു ദിവസം മരണദേവനായ യമൻ ഒരു മഹർഷിയുടെ രൂപത്തിൽ ശ്രീരാമന്റെ അരമനയിലെത്തി. അവൻ രാമനോട് അപേക്ഷിച്ചു, എനിക്ക് നിന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. ആ സംഭാഷണത്തിൽ ഒരാളും ഇടപെടാൻ പാടില്ല. ആരെങ്കിലും അതിൽ തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ അവരെ മരണദണ്ഡനം കാത്തിരിക്കുന്നു. രാമൻ അതിന് സമ്മതിച്ചു. അദ്ദേഹം ലക്ഷ്മണനെ വിളിച്ചു പറഞ്ഞു, വാതിൽ കാക്കണം, ആരെയും അകത്തു വരാൻ സമ്മതിക്കരുത്. നീ പോലും ഈ സംഭാഷണം കേൾക്കരുത്. ലക്ഷ്മണൻ വണങ്ങി ഉത്തരവാദിത്വം ഏറ്റെടുത്തു. സംഭാഷണം ആരംഭിച്ചപ്പോൾ യമൻ തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി പറഞ്ഞു, രാമ, നിന്റെ ഭൂമിയിലെ ദൗത്യം പൂർത്തിയായി. ഇപ്പോൾ നീ ഈ ലോകത്തിനു മടങ്ങേണ്ട സമയം എത്തിയിരിക്കുന്നു. രാമൻ ശാന്തമായി കേട്ടുകൊണ്ടിരുന്നു. അതേസമയം തന്റെ കോപത്തിന് പ്രസിദ്ധനായ ദുർവാസ മഹർഷി അയോധ്യയിലെത്തി. അദ്ദേഹം ആവശ്യപ്പെട്ടു, എനിക്ക് ഉടനെ രാമനെ കാണണം. ലക്ഷ്മണൻ സ്ഥിതി വിശദീകരിച്ചു. സ്വാമി, ദയവായി ക്ഷമിക്കുക, അകത്ത് ഒരു രഹസ്യ സംഭാഷണം നടക്കുകയാണ്. പക്ഷേ ദുർവാസൻ കോപിതനായി, എന്നെ പുറത്ത് കാത്തിരിപ്പിക്കുമോ? അയോധ്യയെ മുഴുവൻ ഞാൻ ശപിക്കും. അദ്ദേഹത്തിന്റെ കോപം അതിരൂക്ഷമായി. അയോധ്യയെ ചാരമാക്കി കളയുമെന്ന് ഭീഷണിയും ഉയർത്തി. അയോധ്യയുടെ ക്ഷേമം ലക്ഷ്മണന്റെ ഭാരമായിരുന്നു. ജനങ്ങളെ സംരക്ഷിക്കാനായി ശിക്ഷ എന്താകുമെന്ന് അറിഞ്ഞിട്ടും അവൻ ഒരു നിർണായക തീരുമാനത്തിലേക്ക് മുന്നോട്ട് വന്നു. ലക്ഷ്മണൻ വാതിൽ തുറന്നു. അകത്ത് യമനും രാമനും ചേർന്ന് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലക്ഷ്മണനെ കണ്ട നിമിഷം യമൻ അപ്രത്യക്ഷനായി. രാമൻ ഞെട്ടി, ലക്ഷ്മണ, എനിക്ക് നൽകിയ വാക്ക് നീ ലംഘിച്ചു. ലക്ഷ്മണൻ തലുകുനിച്ചു. ദുർവാസ മഹർഷി അയോധ്യയെ ശപിക്കാൻ പോവുകയായിരുന്നു. അത് എനിക്ക് അനുവദിക്കാനാവില്ല. ഇപ്പോൾ രാമനെ ഒരു അസാധാരണ ദൗത്യം കാത്തിരുന്നു. ലക്ഷ്മണനെ മരണദണ്ഡനത്തിന് വിധേയനാക്കുക. എന്നാൽ എങ്ങനെ? അവന്റെ പ്രിയ സഹോദരൻ, അവന്റെ ജീവൻ. രാമൻ ഗുരുവായ വിശിഷ്ടന്റെ സമീപിച്ചു. വിശിഷ്ട മഹർഷി പറഞ്ഞു, രാമ, ലക്ഷ്മണന്റെ ജീവിതത്തിന്റെ അർത്ഥം നീ തന്നെയാണ്. നിന്നെ വിട്ട് ജീവിക്കേണ്ടി വന്നാൽ അതുതന്നെയാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ മരണശിക്ഷ. അവനെ രാജ്യത്തു നിന്ന് വിട്ടയക്കുക, അതുതന്നെയാണ് അവന്റെ ശിക്ഷ. രാമൻ വേദനയോടെ അതിന് സമ്മതിച്ചു. ലക്ഷ്മണനും എല്ലാം മനസ്സിലായി. യമന്റെ വരവ് രാമന്റെ അവതാരവസാനത്തിന്റെ സൂചനയായിരുന്നു. ലക്ഷ്മണൻ ശാന്തമായി മറുപടി നൽകി, എനിക്ക് മരണം സ്വീകാര്യമാണ്, പക്ഷേ നിന്നെ വിട്ട് ജീവിക്കാൻ എനിക്കാവില്ല. അങ്ങനെ ലക്ഷ്മണൻ ശാരയു നദിയിലേക്ക് നടന്നു. സമാധാനത്തോടെ ചേതനയോടെ ജലസമാധി ഏറ്റുവാങ്ങി. അദ്ദേഹം വീണ്ടും അനന്തശേഷന്റെ രൂപം ധരിച്ചു, പാലാഴിയിൽ വിഷ്ണുവിനെ കാത്തു. ദുർവാസൻ രാമനോട് പറഞ്ഞു, ലക്ഷ്മണന്റെ ദൗത്യം പൂർത്തിയായി. ഇപ്പോൾ നിനക്കും മടങ്ങാനുള്ള സമയം എത്തി. ആ ദിവസം തന്നെ രാമൻ തന്റെ പുത്രന്മാരായ ലവനും കുശനും രാജഭാരം ഏൽപ്പിച്ചു. ശത്രുഘ്നനും ഭരതനും നൂറുകണക്കിന് അനുയായികളുമായി രാമന്റെ ഒപ്പം ശരയു നദിയിലേക്ക് നടന്നു. ജലത്തിൽ ലയിച്ചു. മനുഷ്യാവതാരത്തിന്റെ പര്യവസാനമായി.